ആകാശത്ത് പറന്നു നേടിയിട്ട് ഒരാൾ പഠിച്ചോൻ പോയിട്ട് നബി പോലും ആവില്ല, നബി വിട്ട് വലിയാവില്ല. ഇനി വലിയ അല്ലാത്തൊരാൾക്കും ആകാശത്ത് തുറക്കാം. മനസ്സിലായവർ? ഇനി ഇവിടെ ഒരാൾ വരുന്നുണ്ടല്ലോ, അയാൾ എന്തൊക്കെ ചെയ്യും? അയാൾ മഴ പെയ്യിപ്പിക്കും, അയാള് ഭൂമിയിലെ എല്ലാ സ്വർണവും പുറത്തെടുക്കും, അയാള് യോഗ്യത വെളിവാക്കും, അയാള് കൃഷി നടത്തും, അയാള് ആവശ്യമായ മഴ പെയ്യിപ്പിക്കും, അയാള് വെള്ളം വേണ്ടെടുത്ത് വെള്ളം കൊടുക്കും, വേനൽ വേണ്ടെടുത്ത് വേനൽ കൊടുക്കും. അയാൾ ആരാ? അദുവുല്ലാ. പക്ഷെ ഖുദ്റത്താര് കൊടുത്തു? അല്ലാഹ്. അപ്പൊ ആർക്ക് എന്ത് കൊടുത്തു എന്ന് കണക്ക് നമുക്ക് പറയാൻ കഴിയില്ല. അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ റഹ്മത്ത് ചെയ്യും. അല്ലാഹുമ്മ റഹ്മനാ, അല്ലാഹുമ്മ റഹ്മനാ, അല്ലാഹുമ്മ റഹ്മനാ, അല്ലാഹുമ്മ റഹ്മനാ, അല്ലാഹുമ്മ റഹ്മനാ, അല്ലാഹുമ്മ റഹ്മനാ. കഫ്നൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട്, ഖാദിറായ മുഹമ്മദോട്, ഖാദിറായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് അബ്ദാണ്, അബ്ദുൽ ഖാദിറാവും. وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله. ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും. എന്ത്? ഞാൻ റബ്ബിന്റെ അബ്ദാണ്. ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്. 60% മരിച്ചവരൊക്കെ ഇവിടുന്ന് ജീവിച്ചിട്ടുണ്ട്. 40% എന്താണെങ്കിലും ഫെയിൽ ആവുമല്ലോ, അതുകൊണ്ട് നമ്മൾ നോക്കാം. അങ്ങനെയല്ല, അങ്ങനെയാണോ പറയടാ? അങ്ങനെയാണോ? ജെറൂസലേമിൽ ഒരു ക്ലിനിക്ക് തുടങ്ങിയ ആളല്ല ആര്? ഈസാ നബി അലൈഹിസ്സലാം. ഒന്ന് പറയടോ, അലൈഹിസ്സലാം. ജെറൂസലേമിൽ മരിച്ചവരെ ജീവിപ്പിക്കൽ ക്ലിനിക്. പ്രവൃത്തി സമയം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. മനസ്സിലായോ? പറയടോ. ജെറൂസലേം അങ്ങാടിയിലെ മരിച്ചവരെ ജീവിപ്പിക്കുന്ന ക്ലിനിക്ക് തുടങ്ങിയ ആളല്ല സയ്യിദുനാ ഈസാ. ക്ലിനിക്കുകാരൻ ഇനി മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഒരു ക്ലിനിക്ക് തുടങ്ങി സങ്കല്പിക്കുക. ഖിയാമത്ത് നാളല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് എൻ്റെ വിഷയം. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ക്ലിനിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ചെന്നാലും എന്താ പറയാ, അതിന് മുമ്പ് ഒരു പ്രസംഗം നടത്തും. ഇപ്പം എല്ലാ ഡോക്ടർമാരും ആദ്യം പ്രസംഗം നടത്തുക. ആ പ്രസംഗത്തിലൊക്കെ കൊഴിഞ്ഞു മാറാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ടാവും. നമ്മൾ മരുന്ന് എല്ലാ ക്ലിനിക്കുകളും ആദ്യം പ്രസംഗം. എന്താ പറയാ, ഇവിടെ നമ്മളുടെ ക്ലിനിക്കിൽ വന്ന 60% ആളുകളും ലെവലായി പോയിട്ട്, പിന്നെ ഒരു എന്താണെങ്കിലും ഒരു എന്തിനുണ്ടാവുമല്ലോ, ഒരു ചെറിയ ഒരു വ്യത്യാസമൊക്കെ എന്തിനുണ്ടാവും. അത്ര കണക്കാക്കി എന്നാലും 60% വിജയിച്ചത്. അങ്ങനെയല്ല, നോക്കട്ടെ, അങ്ങനെയല്ല. ഞാൻ നോക്കട്ടെ, മരിച്ച ജീവിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും മരിച്ച ഒരാൾ വരുമ്പോൾ രാവിലെ വന്ന് ബാപ്പ മരിച്ചിട്ടുണ്ട് ഒന്ന് വരണമെന്ന് പറയുമ്പോൾ സനബി ആദ്യം തന്നെ ക്ലാസ് എടുത്ത് ഞാൻ ചില പണിയെടുക്കാറുണ്ട്, പണിയെടുക്കുമ്പോൾ ജീവിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ ഫെയിലാവും. അത് നിങ്ങളുടെ അവിടുത്തെ അറ്റ്മോസ്ഫിയറിൻ്റെ കുഴപ്പമായിരിക്കും. അങ്ങനെയാണ് ചില കാലത്ത്, അങ്ങനെയാണ്. തണുപ്പിൽ ജീവിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ചൂടിലാണെങ്കിൽ എളുപ്പം ജീവിക്കും. അങ്ങനെ വായുവിൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ വിജയിക്കൽ കുറച്ച് കുറവാകലുണ്ട്. ഏതാണ്? ഞാൻ ചായ കുടിക്കട്ടെ, എളുപ്പം വരാന്ന് പറഞ്ഞാൽ അതല്ല സയ്യിദുനാ ഈസാ ചെയ്തത്. മനസ്സിലായോ? ഓൻ ഖാദിറ. ആര്? ഈ ക്ലിനിക്കാരൻ. ഇത് അബ്ദുൽ ഖാദിറ ആരാ? ഈസാ. അപ്പൊ പോയി പറഞ്ഞ ഖാദിർ ഇനി പറയണ്ട, ഇവിടെ മുഴുവനും റബ്ബ സയ്യിദുനാ ഈസാ. ഉറക്കെ പറ അലൈഹിസ്സലാം. എന്തുകൊണ്ട്? ഇത് റബ്ബിന്റെ ഖുദ്റത്തിന്റെ മൽഹറാണ്, റബ്ബിന്റെ ഖുദ്റത്തിന്റെ മൽഹറാണ്, റബ്ബിന്റെ ജമാലിന്റെ മൽഹറാണ്. റബ്ബിന്റെ അഴകാണ് കണ്ടത്, റബ്ബിന്റെ കഴിവാണ് കണ്ടത്, റബ്ബിന്റെ ഇസ്സത്താണ് കണ്ടത്. അതിന്റെ മൽഹറാണ് സയ്യിദുനാ ഈസാ. ഈസാക്ക് സ്വയമായി ഒന്നുമില്ല. ഈസയോ അലൈഹിസ്സലാം, സയ്യിദുനാ ഈസാ, അവരുടെ യോഗ്യത ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ആയിരക്കണക്കായ വരുന്ന സംഘത്തോട് ഒരൊട്ടകത്തിന്റെ എല്ല് കൊണ്ട് ശംഊന് റളിയല്ലാഹു അൻഹു എന്ന ഇസ്രായേലി കാലഘട്ടത്തിലെ ഒരു കർമ്മയോഗി 1000 മാസം പടവെട്ടിയിട്ട് ഒരു രോമം പൊട്ടിക്കാൻ കഴിഞ്ഞില്ല.
എന്തായിരുന്നു അവരുടെ മൂലധനം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചിന്തിക്കുക. ഈ 1000 സന്നാഹങ്ങൾ, സൗകര്യങ്ങൾ എല്ലാം ലോകത്തെ അടിമകൾ ഇന്ന് മുസ്ലിങ്ങളാണ്. എന്താ കാര്യം? സ്വയം ഉടമക്കാരനാകാൻ നോക്കി. അപ്പൊ അടിമയായാൽ ഉടമയാകും, ഉടമയായാൽ അടിമ. ഇപ്പൊ നമ്മൾ അടിമയാകാൻ കാരണം നമ്മൾ ഉടമയാകാൻ നോക്കിയത്. അതന്നെ കുഞ്ഞിമാനും പറ്റിയത്. കുഞ്ഞിമാൻ ബാപ്പാനോട് പറഞ്ഞു, ഒറ്റയ്ക്കുള്ള 3 റുപ്യ കീശയിലിട്ട് നോക്കി. ഇത് മഞ്ചേരി എത്തിയപ്പോൾ മനസ്സിലായോ പറഞ്ഞത്? അത് കഴിഞ്ഞ് പിന്നെ കോഴിക്കോട് വണ്ടി കയറണമെങ്കിൽ ഇനി അടുത്തൊരു പിരിവാർത്തണം. ബീച്ചിലിറങ്ങിയാൽ തെണ്ടിത്തേര നടക്കണം. എവിടെയെങ്കിലും ഫീസ് സബീലിൽ വല്ലതും കൊടുക്കുന്നുണ്ടോ നോക്കണം. പള്ളിയുടെ ചെരുപ്പ് വെക്കുന്നിടത്ത് പോയി ഇരിക്കണം. എന്റെ കഞ്ഞി കുടിക്കാൻ ഓൻ്റെ കയ്യിലൊന്നുമില്ല. ഓൻ ഖാദിറായി ഇറങ്ങി ആജിസായി തിരിച്ചു പോകുക. ആജിസായി ഇറങ്ങിയിട്ട് ഖാദിറായി തിരിച്ചു പോകുക. അങ്ങനെ തന്നെയല്ലേ? കുഞ്ഞുമോൻ ഇറങ്ങി രാജിസായിട്ടാണ്, ഖാദിറായിട്ടാണ് പോയത്. ഓൻ അവിടെ നെല്ലാം തിന്നിട്ടുണ്ട്. കോഴിക്കോട്ടങ്ങാടിയിലെ അതിർപ്പമായ പീപ്പിയും കൊയലും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. എല്ലാ മുട്ടായും തിന്നിട്ടുണ്ട്. ഓൻ ആജിസായി ഇറങ്ങിയവൻ ഖാദിറായി തിരിച്ചുപോയി. നമ്മൾ ഇന്ന് ഖാദിറായി ഇറങ്ങിയിട്ട് ആജിസായി മടങ്ങുക. ആണോ അല്ലേ? ഇത് തീരുമാനിച്ചാൽ മതി. ഇന്ന് നമ്മുടെ ആജിസിന്റെ കാരണം നമ്മൾ സ്വയം ഖുദ്റത്തിനെ പൊളിവാക്കുക. ഞങ്ങൾ യോഗ്യൻ, ഞങ്ങൾ ഈ ഞങ്ങളാണ് ഒഴിവാക്കണം. അവനെ ആശ്രയിക്കണം. ഇലാഹി കുന്തു ഫഖീറൻ ലമ്മാ അഗ്നൈതനി, നീ എന്നെ ധനാഢ്യനാക്കിയപ്പോഴും ഞാൻ ഫഖീറായിരുന്നല്ലോ. ഫകൈഫ അകൂനു ഗനിയൻ വഅന ഫഖീർ, ഇപ്പോൾ ഈ ഫഖീർ എങ്ങനെ ഗനിയോ? നീ എന്നെ ഗനിയാക്കിയപ്പോഴും ഞാൻ ഫഖീറായിരുന്നു, ഇപ്പോൾ ഞാൻ ഫഖീറായ ഞാൻ എങ്ങനെ ഗനിയോ? മനസ്സിലായോ പറഞ്ഞത്? അല്ലാഹുവേ, നീ എനിക്ക് കഴിവ് തന്നപ്പോഴും ഞാൻ അശക്തനായിരുന്നല്ലോ. ഇപ്പോൾ ദുർബലനായ ഞാൻ എങ്ങനെ ശക്തനാവും? ഇലാഹേ, നീ എനിക്ക് യോഗ്യത തന്നപ്പോഴും ഞാൻ അയോഗ്യനായിരുന്നല്ലോ. ഇപ്പോൾ അയോഗ്യനായി എല്ലാവരും വലിച്ചെറിയപ്പെട്ട നിലയിൽ ഞാൻ എങ്ങനെ യോഗ്യനാവും? എല്ലാം മുഴുവനും വളഞ്ഞൊരു മനുഷ്യനെ, ആ മനുഷ്യനെതിരെ അവര് പട നയിച്ചുകൊണ്ട് ഇരുന്നു. ശംഊൻ എന്നൊരു കർമ്മയോഗി ഇസ്രായേലികളിൽ ഉണ്ടായിരുന്നു പണ്ട്. പുണ്യനബി ആ മഹാസംഭവത്തിന്റെ കഥ പറയുമ്പോൾ സ്വഹാബികൾ മുഴുവനും ഖിന്നരായി. അപ്പോൾ ഇറങ്ങിയ സൂറയാണ് ഏത്? സൂറത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ശംഊൻ റളിയല്ലാഹു അൻഹു പറയും, എന്തായിരുന്നു അയോഗ്യതയാണ്. ഒന്നും കഴിയൂല. ഒരു രോമം പൊട്ടിച്ചില്ല, ഒരു രോമം ഒരായിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആകെ കയ്യിലുള്ളത് എന്നോ അറക്കപ്പെട്ട ഒരു ഒട്ടകത്തിന്റെ താടിയല്. ആ താടിയല്ലിൽ ഒരു താഴെ ഭാഗത്ത് ഓട്ടയുണ്ടായിരുന്നു. ദാഹിക്കുമ്പോൾ ഈ മനുഷ്യൻ അവിടെ ഇങ്ങനെ ചുണ്ടുവെക്കും, എന്നിട്ട് ഈമ്പി കുടിക്കും വെള്ളം. എവിടുന്ന വെള്ളം പറഞ്ഞു? ഖദറല്ലേ, ഖദർ കൊടുക്കുക ആജിസിന്. ഖദർ കൊടുക്കാണ് ആജിസിന്. മനസ്സിലായില്ലേ പറഞ്ഞത്? സ്കൂളിലെ മദ്രസയിലെ എന്തോ നല്ലൊരു പരിപാടി ഉണ്ട്, വിനിയോഗം വലിയ പരിപാടിയാണ്. അപ്പോൾ ബാപ്പ ഓരോരുത്തർക്കും എന്തെങ്കിലും വല്ല വട്ടക്കയോ വല്ല മിഠായിയോ ഒക്കെ വാങ്ങണമെങ്കിൽ വാങ്ങിക്കോളി എന്ന് പറഞ്ഞു. ഓരോ കുട്ടികൾക്കും 3-4 മക്കളുണ്ട് ബാപ്പാർക്ക്. ഓരോരുത്തർക്കും 50 ഉറുപ്പ്യ ഇങ്ങനെ എണ്ണി നിൽക്കുമ്പോൾ മൂത്ത മകൻ കുഞ്ഞിമാൻ്റെ കയ്യിൽ 100 നോട്ട അവിടെ കൊടുത്ത് ബാപ്പ കൊണ്ട് കൊടുക്കും. എന്തുകൊണ്ട്? മനസ്സിലായില്ല. 4 മക്കളുണ്ട്, 4 ആൾക്കും ഇങ്ങനെ കൊടുത്ത് 50 ഉറുപ്പ്യ കൊടുത്ത് എന്നാ എന്തേലും പീടിയിൽ നിന്ന് വന്ന് കിട്ടുകയാണെങ്കിൽ വാങ്ങി കഴിച്ചോണ്ടി എന്ന് പറഞ്ഞ് കൊടുത്ത് മറ്റോന് കൊടുത്ത് മൂത്തോന് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഓൻ്റെ കയ്യിൽ എന്തുണ്ട്? 100 നോട്ട് ഇങ്ങനെ വിരലും വിട്ട് തിരിച്ചു നിൽക്കുക. അപ്പോൾ 50 ഇങ്ങനെ എണ്ണ ഒരുങ്ങിയ വാപ്പ ഇങ്ങോട്ടെ മടക്കിയിട്ട്. എന്തുകൊണ്ട്? എന്തോ ഒരു മനുഷ്യന്മാരാണ്. എന്തുകൊണ്ട്? ആവശ്യം വാപ്പ കൊടുക്കണ 50 ഓൻ്റെ കയ്യിൽ 100 തന്നെ ഒഴിവാക്കുക. കൊടുക്കണം.
അള്ളാഹുക്ക് നമ്മളമായി സഹായിക്കാൻ എന്ത് ഉത്തരവാദിത്തമുള്ളത്? എന്തുകൊണ്ട്? നമ്മളിപ്പോൾ യോഗ്യന്മാരല്ലോ. നമ്മൾ നോട്ടിങ്ങനെ കടലിൽ ബെല്ലിട്ടിട്ട് നമ്മളിവിടെ ഇങ്ങനെ എല്ലാം നമ്മളിങ്ങനെ തിരിച്ചിട്ട് പമ്പരാക്കും എന്ന് നടക്കല്ലേ നമ്മൾ. അങ്ങനെ ആക്കും, ഞാൻ ഇങ്ങനെ ആക്കും, ഞാൻ അങ്ങനെ ആക്കും, ഞാൻ അങ്ങനെ ആക്കും, ഞാൻ അങ്ങനെ മഹാനാണ്, ഞാൻ ഇങ്ങനെ മതിയാണ്. പിന്നെ നമ്മളെ സഹായിക്കേണ്ട ആവശ്യം ഉണ്ടാക്കണ്ട. അള്ളാഹുവിനെ ആജിസികളെ സഹായിക്കുന്ന റബ്ബല്ലേ, നമ്മളിപ്പോൾ ഖാദിറല്ലേ. ഇതാണ് പ്രശ്നം. ഇതാ പ്രശ്നം. എന്താ? ഖാദിറായപ്പോൾ ആജിസായാൽ ഖാദിറോ. നമുക്ക് ബോധ്യപ്പെടണം നമ്മൾ ആജിസാണ്, എന്നിട്ട് നമ്മൾ മടങ്ങണം. വളരെ ചിന്തിക്കണം. മടങ്ങണം. പശുവിന്റെ കിടാവിന് ഞാൻ പശുവിന്റെ കിടാവാണ് എന്ന് ബോധമുള്ള ഒരു കാലമുണ്ടാവും. അപ്പോൾ അതിങ്ങനെ മേയാൻ പോയാലും ഒരു പരിധിക്കപ്പുറം പോകില്ല, കളിച്ചിട്ട് പിന്നെയും കൂടെ വരും. പിന്നെ ഒരു കാലം വരും, ആ കാലം കഴിഞ്ഞാൽ പശുവിനെ തന്നെ മറക്കും. അന്നത് എവിടെയും പോകും, അന്നതിനെ ചെന്നായ പിടിക്കുകയും ചെയ്യും. മറ്റൊരു വൃത്തമുണ്ടാവും, ആ വൃത്തത്തിന് അപ്പുറത്തേക്ക് പോകില്ല. എങ്ങനെ തുള്ളി കളിച്ചാലും ഇവിടെ വരും അമ്മേൻ്റെ അടുത്തേക്ക് അല്ലേ. അതിന് ബോധമുണ്ട്, ഞാൻ ഇന്നാലിന്ന പശുവിൻ്റെ കുട്ടിയാണ് എന്നതിന് ബോധമുണ്ട്. തിരിച്ചു വരും. അത് കഴിഞ്ഞ് കുടിച്ച പാലും മറന്ന്, ആ പാലാണ് എന്നെ അന്നെങ്ങനെ ആക്കിയ അതും മറന്ന് പിന്നെ പോയി, പിന്നെ എല്ലാം മറന്നു. അപ്പോൾ അത് എവിടെയും പോകും. അപ്പോൾ എന്നെ ചെന്നായ പിടിക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മളെ പ്രശ്നം. നമ്മൾ എന്നാ വിഷയം? എല്ലാരും യോഗ്യന്മാരാ. ആരെവിടെ അയോഗ്യര്? എല്ലാം യോഗ്യരാ. പുണ്ണിന്റെ ഉണ്ടാകൽ തന്നെയും ഒരു കുറ്റമാണ്. നീ ഉണ്ട് എന്ന കുറ്റം, ഞാൻ നീ എന്ന നീ, ഞാൻ എന്ന ഞാൻ, ഇതാണ് കുറ്റം. അതിന് ശിർക്കുണ്ടാവും, ഇന്ന് ഗുൽമുണ്ടാവും. വേറെ ആക്രമിക്കാൻ ഞാൻ യോഗ്യൻ, അവനെ താഴ്ത്താൻ ഞാൻ യോഗ്യൻ, അവനെ ശരിയാക്കാൻ ഞാൻ യോഗ്യൻ, അവനെ ഒന്നുമല്ലാതാക്കാൻ ഞാൻ യോഗ്യൻ, ഞാൻ എന്റെ യോഗ്യൻ, ഞാൻ യോഗ്യൻ. ഇതന്നെ പ്രശ്നം. യോഗ്യനെ യോഗ്യനാക്കുന്ന ലോകമാണിത്. അയോഗ്യനെ യോഗ്യനാക്കുന്ന ലോകമാണിത്. അയോഗ്യനെ യോഗ്യനാക്കും ഈ ലോകം, യോഗ്യനെ അയോഗ്യനുമാക്കും. ഇവിടുന്ന് തന്നെ, മരിച്ചിട്ടല്ല, ഇവിടുന്ന് തന്നെ, ഇവിടെ തന്നെ. വളരെ ചിന്തിക്കണം. എൻ്റെ വല്യമ്മ പറഞ്ഞിരുന്ന ഒരു ഭിക്ഷാടനം നടത്തിയിരുന്ന ഒരു ഉമ്മയുടെ കഥയുണ്ട്. ആ സ്ത്രീയെ ഞാൻ കണ്ടിട്ടുമുണ്ട്. വലിയൊരു ധനാഢ്യന്റെ ഭാര്യയായ ഒരാളെ പറ്റി എൻ്റെ വല്യമ്മ ഇടക്കിടക്ക് എൻ്റെ കുട്ടിക്കാലത്ത് തറവാട്ട് വീട്ടിൽ വിരുന്നൊരുന്നു. അപ്പോൾ വല്യമ്മ പറയും, കുട്ടികളെ ആ ഉമ്മനെ കണ്ടാൽ പഠിക്കണം കേട്ടോ, വലിയൊരു പാഠമുണ്ട്. എന്താ പാഠം? ഇഷ്ടം പോലെ കണ്ണും സമ്പത്തും തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ള കാലം. അകത്ത് കുട്ടി കാഷ്ടിച്ചപ്പോൾ കഴിച്ചു പോയ പത്തിരിയുടെ ബാക്കി ഭാഗം കൊണ്ട് അത് കോരി പുറത്തേക്ക് ഇട്ടു. മനസ്സിലായില്ല? അതെൻ്റെ വല്യമ്മന്നെ പറഞ്ഞ കഥ, അത് മറക്കാൻ കഴിയില്ല. ഈ സ്ത്രീ ഭിക്ഷാടനം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഖാദിറിന്റെ നിഅമത്തിനെ നിസ്സാരപ്പെടുത്തി. അതേ സമയത്ത് ഭക്ഷണം കണ്ടാൽ അൽഹംദുലില്ലാ പറയണം. അൽഹംദുലില്ലാ, എൻ്റെ നല്ല ഭക്ഷണം. ആരുടേതാണ്? അല്ലാഹ്. അതിൽ എന്തൊക്കെ ഉണ്ട്? ആ ഭക്ഷണത്തിൽ എന്തൊക്കെയുണ്ട്? ആ ഭക്ഷണം ഒരു തളികയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതങ്ങനെ നിൽക്കുന്നതിൻ്റെ പിന്നിൽ എന്തൊക്കെ ഉണ്ടാവും? യൂറോപ്പിൽ നിന്നുള്ള സാധനം ഉണ്ടാവും, അമേരിക്കൻ സാധനം ഉണ്ടാവും, ഏഷ്യനും ആഫ്രിക്കനും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ടാണ് ഒരു തിന്മേശയുള്ള സാധനങ്ങൾ. മനസ്സിലായോ പറഞ്ഞത്? അല്ലേ പറയും. ആ പ്ലേറ്റിനെ അക്വാലത്തിലാക്കിയത് ചില മെഷീനായിരിക്കും. ആ പളുങ്കിനെ ആക്കുലത്തിൽ സംവിധാനിച്ചത് അത് ചിലപ്പോൾ ജർമ്മനിയിൽ ഉണ്ടാക്കിയതായിരിക്കും. ആണോ അല്ലേ? പറയാൻ ആണോ അല്ലേ? അതിന്റെ ടെക്നോളജി വരുന്നത് ചിലപ്പോൾ അമേരിക്കൻ ആയിരിക്കും. അതിൽ ചില കൂട്ടുകൾ ഉണ്ടായിരിക്കും. ആ കൂട്ടുകൾ വന്നിട്ടുള്ളത് ചിലപ്പോൾ ആഫ്രിക്കയിൽ നിന്നായിരിക്കും. ഈ കാണുന്നൊരു മേശപ്പുറത്ത് നിനക്ക് ഭക്ഷിക്കാൻ വെച്ച ഈ സാധനം, ഇപ്പോൾ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന ഈ സാധനം വൻകരയിൽ നിന്ന് മുഴുവനും ഇതുമായി ബന്ധമുണ്ടാവും. അപ്പോൾ വേഗം പറഞ്ഞോ അൽഹംദുലില്ലാഹി
റബ്ബിൽ ആലമീൻ. സർവ്വലോകങ്ങളെയും ഭരിക്കുന്നവനെ ഇതിവിടെ എത്തിക്കാൻ കഴിയുള്ളൂ. ഉറപ്പാണോ അല്ലേ? പറയട്ടെ, ഉറപ്പാണോ അല്ലേ? എന്റെ പള്ളി പ്രസിഡന്റിന് കഴിയില്ല, അയാൾ മൂത്തേടത്ത് മാത്രം പള്ളി പ്രസിഡന്റാണ്. എന്റെ മുഖ്യമന്ത്രി കഴിയില്ല, അയാൾ കേരളത്തിൽ മാത്രം മുഖ്യമന്ത്രിയാണ്. കേരളത്തിന് പുറത്തുനിന്ന് ഒരു സാധനം ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ കേരളത്തെ ഒപ്പിക്കാനായി കഴിയില്ല. എന്നാൽ എന്തും എല്ലായിടത്തും ഒപ്പിക്കാൻ കഴിയും. ആർക്ക്? റബ്ബുൽ ആലമീൻ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കണ്ട, ഭക്ഷണം കാണുമ്പോൾ നിന്റെ ആജിസ് ഒളിവാക്കണം. നിന്റെ ആജിസ് ഒളിവാക്കിയതാണത്. അത് നിന്റെ ആദർശമായാൽ സുന്നത്ത് മാത്രം നോക്കണ്ട, ഇത് ഫർദാണ്. സുന്നത്ത് തിന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ആദർശം ആകുമ്പോൾ പിന്നെ എപ്പോഴും അൽഹംദുലില്ലാ. അത്തിപ്പത്തെ മൈറ്റും കുറിച്ച് തൊട്ടേനും പിടിച്ച നോക്കാം അൽഹംദുലില്ലാ. എന്തുകൊണ്ട്? അൽഹംദുലില്ലാ അവിടെ ആദർശം. അൽഹംദുലില്ലാ ആദർശമായത് എന്തുകൊണ്ടാണ് എന്നാൽ അൽഹംദുലില്ലാ സദാദിക്റായത് എന്തുകൊണ്ടെന്നാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ആദർശമായതുകൊണ്ടാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതാണ് തൃപ്പൻചേ മൗലിയര്, അതാണ് അത്തിപ്പറ്റ വേണ്ടി കുട്ടിയില്, അതാണ് കണ്ണിയാലത്തുള്ളാജി, അള്ളാഹു ദർജ കയറ്റി കൊടുക്കട്ടെ. അതാണ് CM വലിയുള്ള CM എന്ന് പറഞ്ഞ ആജിസ ഖാദിറായി. എന്താ നടക്കാട്ട്? എന്താ നടക്കാട്ട്? എന്റെ നടക്കാട്ട് എന്താ? ഇന്നും ഈ മലബാറിൽ പരിശോധിച്ചാൽ 10,000-കണക്കായ ആളുകളെ ലഭിക്കും. 10,000-കണക്കിന് ആളുകളെ കിട്ടും. ഇപ്പോഴുണ്ടാവും. ബാക്കി മരിച്ച് 993 CM വഫാത്തായിട്ടുണ്ട്. റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹു ദർജ കയറ്റി കൊടുക്കട്ടെ. 993 വഫാത്തായിട്ടുണ്ട് CM. എത്ര കൊല്ലായി? 2022 എത്ര കൊല്ലായി? CM വഫാത്തായിട്ട് എത്ര കൊല്ലായി? 92 മോനെ. ഓക്കെ, 92 ആണെങ്കിൽ എത്രയായി? 30 കൊല്ലായി. 2022 അല്ലേ? CM വഫാത്തായിട്ട് എത്രയായി? റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹു ദർജ കയറ്റി കൊടുക്കട്ടെ. CM വലിയ വഫാത്തായിട്ട് എത്രയായി? 30 കൊല്ലായി. ഇപ്പോഴും ആ രോഗം, ആ വാക്കുകൊണ്ട് രോഗം മാറിയ 10,000 കേരളത്തിൽ മലബാറിലുണ്ടാവും. ഇപ്പോഴും ഉണ്ടാവും. ഈ ആഴ്ച ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. തലവേദന ഇനി വേണ്ട, തലവേദന വലിയ തലവേദന, തലവേദന ഇനി വേണ്ട. അപ്പോൾ ചെന്നാൾ പറഞ്ഞു വല്ല തലവേദനയാണെന്ന്. അത് ഞാൻ വേണ്ടെന്നല്ലേ പറഞ്ഞ് പോയിക്കൊള്ളുന്ന. പിന്നെ ഉണ്ടില്ല. ആ ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് 40 കൊല്ലം മുമ്പുള്ള സംഭവം. CM വഫാത്തായിട്ട് മുമ്പല്ലേ. ഈ മനുഷ്യനെ ഞാൻ അന്നും കണ്ടിട്ടുണ്ട്, ഈ ആഴ്ച കണ്ടിട്ടുണ്ട്. ഇയാളെ പറഞ്ഞു മനസ്സിലായില്ലേ? പറഞ്ഞത് മനസ്സിലായില്ലേ? എന്ത് മരുന്ന് കൊടുത്തോ? ഇല്ല. ആജിസാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കുതിരത്തിട്ട് ഒഴുകി. അതല്ല അത്ര ശിർക്കാണ്. അന്തമാണോ? എന്റെ കഴിവോടോ ആജിസായി പറഞ്ഞല്ലോ. എന്ത്? കുന്തു ഫഖീറൻ ലമ്മാ അഗ്നൈതനി വകൈഫ ലാ അകൂനു വകൈഫ അകൂനു ഗനിയൻ വഅന ഫഖീർ. ഫഖീറാണ് ഗനിയാണ്. എങ്ങനെ നീ എന്നെ ഗനിയാക്കിയപ്പോൾ ഞാൻ ഫഖീറല്ലേ? ഇതാണ് ആദർശം. ഈ ആദർശത്തിൽ പിന്നെ നടക്കാത്തൊന്നും ഉണ്ടാവില്ല. എന്തൊക്കെ സംഭവം, എന്തൊക്കെ ആജിസാണ്. നമ്മളോ ഖാദിറായി. ഇന്നത്തെ മുസ്ലിമീങ്ങൾ ഖാദിറായി നടക്കുന്നവരാണ്, ഖാദിറായി പറയുന്നവരാണ്. ഖാദിറെല്ലാം ആജിസാണ്, ആജിസെല്ലാം ഖാദിറാണ്. ആജിസാണെന്ന് ബോധ്യപ്പെടണം. ഞങ്ങൾ കഴിവില്ലാത്തവരാണ്, ഞങ്ങൾക്കൊരു യോഗ്യതയും ഇല്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അപ്പോൾ നീ വഹാബിയാവും. വഹാബി സത്യത്തിൽ ഖാദിറാണ്. മനുഷ്യന്റെ കഴിവിന് പരിധിക്കപ്പുറത്തുള്ള കഴിവ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ മനുഷ്യന് കഴിവ് ഉണ്ട് എന്ന് വന്നു. മനസ്സിലായോ? ഇവിടെ ആദർശം എന്താ? മനുഷ്യന് കഴിവേ ഇല്ല. ആർക്കാ കഴിവ്? അല്ലാഹുവിന് മാത്രം. ഒരു കഴിവില്ല. മനുഷ്യ കഴിവിൽ പരിധിയിൽപ്പെട്ടത് പരിധിയിൽപ്പെടാത്തത് എന്നില്ല. കഴിവ് കൊടുത്തവനനുസരിച്ചിരിക്കും. നമ്മൾ 10 ആളൊരു വഴിക്ക് പോയി. ഒരാളെ പോക്കറ്റിൽ മുതലാളി 100 ഉറുപ്പിക ഇട്ട് കൊടുത്തു. ഒരാളെ പോക്കറ്റിൽ 500 ഉറുപ്പിക ഇട്ട് കൊടുത്തു. ഒരാളെ പോക്കറ്റിൽ 1000 ഉറുപ്പിക ഇട്ട് കൊടുത്തു. ഒരാളെ പോക്കറ്റിൽ 2000 ഉറുപ്പിക ഇട്ട് കൊടുത്തു. ഒരാൾ 5000, ഒരാൾ 10000 കൊടുത്തു. ഒരാൾക്ക് ഒന്നും കൊടുത്തില്ല. അയാളെ നെഞ്ചിലെ പോക്കറ്റിൽ എല്ലാ ക്രെഡിറ്റ് കാർഡ് ആരും അറിയാതെ ഇട്ട് കൊടുത്തു. കോടാനക്കോടി ബാങ്ക് ബാലൻസിന്റെ കാർഡ് അയാളെ പോക്കറ്റിൽ ഇട്ടു. മനസ്സിലായോ പറഞ്ഞത്?
ഇനി ആദ്യം കിട്ടിയ ആൾക്ക് 100 റുപ്യ, രണ്ടാമത്തെ 500 റുപ്യ, മറ്റൊരു 1000 റുപ്യ. എന്തോ ഇത് എത്ര റുപ്യ എന്ന് പറയാം? 1 റുപ്യ ഇല്ല, 1 റുപ്യ ഒന്നുമില്ല. പിന്നെ 500 റുപ്യക്ക് 500 റുപ്യൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ കിട്ടും. ഒരു 500 കോടിൻ്റെ ആവശ്യമുണ്ടെങ്കിലോ അതും കിട്ടും. എൻ്റെ അത്രയും വലിയ മുതലാളിയാണ് കാർട്ട് പോക്കറ്റ് കൊടുത്തത്. ഇതന്നെ CM. മനസ്സിലായോ? അതാണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അതാണ് ബഹുമാനപ്പെട്ട ഖാജ പാപ്പ. അതാണ് കണ്ണിയാൽ അബ്ദുള്ളാജി. അതാണ് റിപ്പൻ മൊഴിയൽ. ഒക്കെ എന്തേ ആജിസായി അപ്പോൾ ഖാദിറായി. നമ്മൾ 100 റുപ്യൻ്റെ ഖാദിറായി. അപ്പോൾ നമ്മൾ ഒന്നാണ് വിട്ടു. 100 റുപ്യ കിട്ടിയല്ലോ. 100 റുപ്യ കിട്ടിയപ്പോൾ നമ്മൾ ഒന്നാണ് വിട്ടു. എന്ത് ഈ 100 റുപ്യ നീ അല്ലല്ലെങ്കിലും നമുക്ക് കാര്യം ചെയ്യാൻ അറിയും. എന്തേ നമ്മൾ പൈസക്കാരായ അത്യാവശ്യം ഗൾഫിലൊക്കെ പോയി 2 കോടി 4 കോടി ബാങ്കിലിട്ടു. ഇനിയിപ്പോൾ ആ ബാങ്കിലെ പൈസ നമ്മൾ ഒപ്പിട്ടാലേ മാനേജർ അള്ളാൻ്റെ ഒപ്പം കൊണ്ടുപോയാൽ പോലും കൊടുക്കൂല. അള്ളാൻ്റെ ഒപ്പാണ് എന്ന് പറഞ്ഞൊരാൾ സങ്കല്പിക്കി. ഇങ്ങനെ സങ്കല്പിക്കുക, അള്ളാൻ്റെ ഒപ്പം പറഞ്ഞു വെക്കി. ബാങ്ക് മാനേജർ കൊടുക്കൂല. ബാങ്ക് മാനേജർ ഇയാളൊപ്പം തന്നെ കൊടുക്കണമെങ്കിൽ ഒന്നും കൂടി കമ്പ്യൂട്ടർ ഇട്ട് നോക്കിയിട്ട് ചെക്കുമല്ലി ഇയാളൊപ്പാണെന്ന് ബോധ്യപ്പെട്ടാലേ കൊടുക്കുള്ളൂ. അപ്പോഴോ അപ്പൊ ഇയാള് കിട്ടിയ പൈസക്ക് നമ്മൾ തന്നെ ഇനി ഒരാൾക്കും അധികാരമില്ല. നമ്മളതിനെ ഖാദിറായി. മുഹീദ്ദീൻ ഷെയ്ഖോ ഒരിക്കലും ഖാദിറായില്ല. ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലി നീ എൻ്റെ മാനിൽ അതെന്നോറ്. നിന്റെ അല്ല, അവിടെ എൻ്റെ റബ്ബിൻ്റെ, എൻ്റെ റബ്ബിൻ്റെ. ചിന്തിക്ക്. നിലേ കൊടുപ്പാനും നിലേ കളവാനും നയനവർക്കാനും വാദം കൊടുത്തോറ്. റബ്ബിന്റെ കഴിവാ. റബ്ബ് കൊടുത്തു. റബ്ബാ കൊടുക്കണേ, റബ്ബ് കൊടുക്കണ്. ചിന്തിക്ക്. ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലി നീ എൻ്റെ മാനിൽ അതെന്നോറ്. പതിറ്റാണ്ടോളം വക്ല് പറഞ്ഞോ. അയാൾ പറയുന്നത് ഭൗതികമായ സൗകര്യത്തിന് വേണ്ടിയല്ല, ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടിയല്ല. ഉമ്മത്തിനെ ഹയാത്താക്കുകയാണ്. മരിച്ചു കിടന്ന ഒരു ഉമ്മത്തിനെ ഹയാത്താക്കി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ജനങ്ങളെ കയ്യിൽ നിന്ന് പൈസ കിട്ടാനല്ല, ജനങ്ങളോട് പിരിവെടുത്താനല്ല. നല്ല വേറും ഐഷ തൊഴുതൊരുളുവാലേ നാപ്പാടിറ്റാണ്ടോളം സുബ്ഹ് തൊഴുതോവറ്. അത് ആജിസിന് കഴിയും. ആജിസാണ്, അയോഗ്യന് അത് കഴിയും. നമ്മൾക്ക് കഴിയില്ല. നമ്മൾ യോഗ്യന്മാരാ. നമുക്ക് 10 മണിക്ക് കിടന്നുറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ തല കൊള്ളോ. നമ്മൾ കമ്മിറ്റി കുറച്ചും കൂടി നീണ്ടാൽ നമ്മളവിടെ പറയുന്ന കാര്യമുണ്ട്. എനിക്ക് 8 മണി 9 കിടക്കണം, ഇല്ലെങ്കിൽ എനിക്ക് കഴിയില്ല. എനിക്കിന്ന് അരമണിക്കൂർ ഇപ്പം തന്നെ നേരം വൈകി, ഞാൻ പോകാം. നിങ്ങൾ തീരുമാനത്താലും വേണ്ടില്ലെങ്കിൽ വേണ്ടില്ല, ഞാൻ പോവാം. നല്ല വേറും പൈസ തൊഴുതൊരുളുവാലേ നാപ്പതിറ്റാണ്ടോളം തൊഴുതോവര്. ഇങ്ങനെയുള്ള ആയിരക്കണക്കായ ഔലിയാക്കന്മാരുടെ ചരിത്രം ഞാൻ പറയും. നേരം കിട്ടിയാൽ, മൂക്കിൽ പഞ്ഞു വെക്കുന്നതിന് മുമ്പ് നേരം കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് അത് ഞാൻ പറയും. ഇൻഷാ അല്ലാഹ് നേരം കിട്ടിയാൽ പറയും. കാരണം ചരിത്രപ്പെടുന്നുണ്ട്. തൗഫീഖ് അല്ലാഹ് തന്നാൽ മതി. ഇൻഷാ അല്ലാഹ് 1-2 മൊയ്തീൻഷേക്കൊന്നുമല്ല, ആയിരക്കണക്കിന്. ഏത് നല്ല വേറും വൈശ തൊഴുതൊരുളുവാലേ നാപ്പതിറ്റാണ്ടോളം സുബ്ഹ് തൊഴുതോവറ്. ഇങ്ങനെയുള്ള ആയിരക്കണക്കായ ഔലിയാക്കളെ ചരിത്രം ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. താരീഖ് കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞാൽ മതി. താരീഖ് കണ്ടിട്ടുണ്ട്. 40 കൊല്ലം കടന്നുറങ്ങാത്ത മനുഷ്യന്മാർ. 40 കൊല്ലം, 60 കൊല്ലം. ആ മനുഷ്യനെങ്ങനെ കണ്ടാൽ പുതിയാപ്പളയെന്ന് തോന്നും. അങ്ങനെയുള്ള ആളുകളെ താരീഖ് കണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്തില്ല ഉറക്കൊഴിവാക്കിയിട്ട് 60 അല്ലേ? ഉറക്കൊഴിവാക്കിയിട്ട് 60 അല്ലേ? അതെന്തേ? അത് സിഫത്തിന് കൊടുത്തു. മലക്കി ആ സിഫത്തിന് കൊടുത്തു. ഇങ്ങോട്ട് ആര് കൊടുത്തു? ജല്ല ജലാല്. ഖദറല്ലേ? ഖദറിന് ആജിസിന് കൊടുക്കാലോ.
മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങൾ കൊടുത്തു. ചിന്തിക്കണം, ചിന്തിക്കുകയും ഞാൻ അവസാനിപ്പിക്കണം. വളരെ ചിന്തിക്കണം. നമ്മൾ യോഗ്യന്മാരായതാണ് നമ്മുടെ അയോഗ്യതയുടെ കാരണം. ഈ വഹാബികളും മറ്റുമെല്ലാം നമ്മൾ യോഗ്യന്മാരാണെന്നാണ് നമ്മെ പഠിപ്പിച്ചത്. നമ്മൾ യോഗ്യന്മാരല്ല, നമ്മളെ യോഗ്യന്മാരാണ്. തൗഹീദിൽ പഠിച്ചു നമ്മളെ യോഗ്യന്മാരാ. ഒരു കഴിവില്ല, എല്ലാ മാർക്കാണ് അല്ലാഹുവിനാണ്, എല്ലാം അവനാണ്. അല്ലാഹു തന്നാലോ തന്നാ പരിധിയില്ല. ആകാശത്ത് പറക്കാം. നീ ആകാശത്ത് പറഞ്ഞു എഴുതിയിട്ട് ഒരാൾ പഠിച്ചോൻ പോയിട്ട് നബി പോലും ആവില്ല, നബി വിട്ട് വലിയാവില്ല. നീ വലിയ അല്ലാത്ത ഒരാൾക്കും ആകാശത്ത് ഇറക്കാം. മനസ്സിലായവർ? ഇനി ഇവിടെ ഒരാൾ വരുന്നുണ്ടല്ലോ, അയാൾ എന്തൊക്കെ ചെയ്യും? അയാൾ മഴ പെയ്യിപ്പിക്കും, അയാള് ഭൂമിയിലെ എല്ലാ സ്വർണവും പുറത്തെടുക്കും, അയാള് യോഗ്യത വെളിവാക്കും, അയാള് കൃഷി നടത്തും, അയാള് ആവശ്യമായ മഴ പെയ്യിപ്പിക്കും, അയാള് വെള്ളം വേണ്ടെടുത്ത് വെള്ളം കൊടുക്കും, വേനൽ വേണ്ടെടുത്ത് വേനൽ കൊടുക്കും. അയാൾ ആരാ? അല്ലാഹ്. പക്ഷെ ഖുദ്റത്താര് കൊടുത്തു? അല്ലാഹ്. അപ്പൊ ആർക്ക് എന്ത് കൊടുത്തു എന്ന് കണക്ക് നമുക്ക് പറയാൻ കഴിയില്ല. അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ റഹ്മത്ത് ചെയ്യും. അല്ലാഹുമ്മ റഹ്മനാ, അല്ലാഹുമ്മ റഹ്മനാ, അല്ലാഹുമ്മ റഹ്മനാ, അല്ലാഹുമ്മ റഹ്മനാ, അല്ലാഹുമ്മ റഹ്മനാ, അല്ലാഹുമ്മ റഹ്മനാ, അല്ലാഹുമ്മ റഹ്മനാ برحمتك برحمة تغنينا عن رحمة من سواك برحمة تغنينا عن رحمة من سواك برحمة تغنينا عن رحمة من سواك يا ذا الجلال والإكرام. ഇതിനെ പേടിക്കണേ, പേടിക്കണേ എന്തിനെ? പേടിക്കണേ. അപ്പോൾ ഖാദിറിന്റെ അബ്ദായ നടക്കാത്തൊരു കാര്യമില്ല. നമ്മൾ ഖാദിറിന്റെ അബ്ദാവുന്നതിന് പകരം ഖാദിറാകാൻ നോക്കുകയാണ് ഇപ്പോൾ. അതാണ് പരാജയം. നീ ഉണ്ടാകൽ തന്നെയും റബ്ബാണ്. മനസ്സിലായോ പറഞ്ഞത്? നിനക്ക് നിന്റേതായ ഒന്നുമില്ല, ഒക്കെ ആരുടേതാണ്? നീ ചെയ്തത് ഒക്കെ റബ്ബിന് വേണ്ടിയാണ്. റബ്ബിന് വേണ്ടിയായാൽ ശരിയായാലും ശരിയല്ലെങ്കിലും നീ റബ്ബിൻ്റെ ആളാണ്. നീ ചെയ്തത് ചിലപ്പോൾ ഭംഗിയാവും, ചിലപ്പോൾ ഭംഗിയാവില്ല, ചിലപ്പോൾ പൂർണ്ണമാവും, ചിലപ്പോൾ അപൂർണമാവും. ഒരുത്തൻ അവൻ്റെ യോഗ്യതയ്ക്ക് വേണ്ടി പാട്ടുപാടി, പാട്ട് മനോഹരമായാലും അവൻ മഅ്ജൂറാവില്ല, ഒരിട്ടില്ല. ഒരുത്തൻ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് വെളിവാക്കാൻ വേണ്ടി പാട്ടുപാടി, പാട്ട് പിഴവാണ് എന്നാലും കൂരിട്ടു. എന്തുകൊണ്ട്? അവൻ്റെ ലക്ഷ്യം പറയേ, അവൻ്റെ ശരിയായില്ല. മുമ്പ് ആ കുട്ടി പറഞ്ഞില്ലേ ചിലവർക്ക് ശരിയാവും. പറയേ, ആ കുട്ടി പറയേ, കുട്ടി പറഞ്ഞു തെറ്റിപ്പോ അതെന്നടല്ല കോത്തയില്ല. കുട്ടി പറഞ്ഞു തന്നെ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ട്? നമ്മതിൽ കുഴപ്പമില്ല, നമുക്ക് കുഴപ്പം. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. നമുക്കെന്ത്? ആ കുട്ടി പറഞ്ഞാണ് ഒറിജിനൽ വർത്താനം. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. എന്ത് പ്രശ്നമില്ല. ചില പാട്ട് ശരിയാവും എന്നാലും കൂലിട്ടു. ആർക്ക് വേണ്ടി ചെയ്തു? അല്ലാഹ്. ചില പാട്ട് ശരിയായില്ല, ആയിക്കോട്ടെ, എന്നാലും ആർക്ക് തന്നെ? അല്ലാഹ്. ചിന്തിക്കണം. നൂറ്റാണ്ടുകളായി മനുഷ്യൻ, സാധാരണ മനുഷ്യൻ വെച്ച് പുലർത്തുന്നവരെ അബദ്ധത്തെ വെളിവാക്കി കൊടുക്കൽ മാത്രമാണ് ഇപ്പോൾ നടത്തുന്ന ഒരു പരമ്പര പ്രഭാഷണത്തിൻ്റെ അടിസ്ഥാനം. അതിൽ എന്താണെങ്കിലും അള്ളാഹിനെ നൂലിട്ടു. എന്തുകൊണ്ട്? എൻ്റെ റബ്ബിന് വേണ്ടി അല്ലാതെ ഞാനത് ചെയ്യുന്നില്ല. ഒരു ലക്ഷ്യം എനിക്കില്ല, ഒരു രക്ഷയില്ല. റബ്ബിൻ്റെ പുരുത്തല്ലാതെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ജനങ്ങൾ ശരി നടന്നുപോയിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്വാലിഹീങ്ങളായ മഹാന്മാരുടെ ദീനാണ് ഇന്ന് മഗ്ലൂബ്. ആരോ കൊണ്ടുവന്ന കൊള്ളക്കാരെ ദീൻ ഖാലിബായി. ഇന്ന് സുന്നി എന്ന് പറയാൻ ഒരാൾക്കൊരു മാനക്കട, അതേ നേരത്ത് വഹാബി എന്നറിയാൻ 10 ഉറുപ്പിക ഉണ്ടെങ്കിൽ വേഗമാവുന്നതാണ്. എന്ത് പറയും? തോറ്റ സമയത്താണെങ്കിൽ സുന്നിയാവും, ജയിച്ച സമയത്താണെങ്കിൽ വഹാബിയും. കച്ചവടമൊക്കെ പൊട്ടിയിട്ടാണെങ്കിൽ പള്ളിൻ്റെ ചെരുവിൽ കൂടും, മൂല്യരെ കൊണ്ട് ദ്വാർപ്പിച്ചുകൊണ്ടും മൂല്യേനെ ഭക്ഷണത്തിൻ്റെ ബാക്കി തിന്നുകൊണ്ടും അങ്ങനെ കഴിഞ്ഞുകൊണ്ടും. കച്ചവടം പൊട്ടിയ കാലത്ത് പള്ളിയിൽ നിന്ന് എണീക്കൂല്ല. അതേ സമയത്ത് പിന്നെയും പഠിച്ചോ വന്നാലോ, പിന്നെയും വന്നാൽ ഈ തൻ്റെ അട്ടിപ്പാത്രത്തിൻ്റെ പകുതി കൊടുത്ത് ഈ ജീവൻ രക്ഷപ്പെടുത്തി, മാനക്കെടുന്ന് രക്ഷപ്പെടുത്തി, കടക്കാർ തല്ലാൻ വന്നപ്പോൾ പള്ളി കയറി തല്ലാൻ വരുന്നത് പുറത്തു പോയിടാന്ന് പറഞ്ഞ് ആട്ടി മൂലിയരെ. പിന്നെ ഇവൻ വലിയ ഒരു പണക്കാരനാകാൻ വലിയ വളവ് എൻ്റെ കയ്യിലുണ്ടാവുമല്ലോ, ജാതി പണക്കാർക്ക്. ഓൻ പിന്നെ ഒറ്റത്തെ കൊല്ലം 4 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞ്
15 കൊല്ലം കഴിഞ്ഞ് വലിയ മുതലാളിയായി വലിയ ബിസിനസ് മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ഇവനെ പോലത്തെ തലമക്കണ്ണന്മാരെ കൂട്ടത്തിലിരിക്കുമ്പോൾ ഈ ഫക്കീറായ മൂല്യരെ കണ്ട് എങ്ങനെയാണ് മൂല്യരെ നിങ്ങളിപ്പോ പണ്ട് നമ്മളെ മാനേജറിനല്ലോ ഇപ്പൊ എവിടെയാ പോനാരാ മഹാബിയ എന്റെ ഒരു വയസ്സുണ്ട് കുടുങ്ങിയാലും കുഴങ്ങിയാലും നാട്ടിലെല്ലാം വന്നാലും ആകുന്ന സംഘത്തിനാണ് സുന്നി എന്ന് പറയുക. കഴിച്ചുവാക്കിനാണ് എന്ന് പറയുക. ഏത് കഴിച്ചുവാക്യം സുന്നിയാകാൻ വരും? എന്തുകൊണ്ടങ്ങനെ? അവരുടെ പൈതൃകമുണ്ട്, അവരുടെ ചരിത്രമുണ്ട് എന്ന് സുന്നികൾക്കറിയില്ല. സത്യത്തിൽ പഠിക്കേണ്ടതാണ്. അത് പഠിക്കാൻ ആസുമാത്തല്ലതീന് ഞാൻ തരും അറിയില്ല. അവരെ ഇക്കൊല്ലത്തിലാക്കിയ ചതിയന്മാരാര് അറിയില്ല. മുസ്ലിം സമുദായത്തിന് മേൽ ഇത്രമേൽ ഭീഷണി ഉണ്ടാക്കിയതാര് അറിയൂല. മുസ്ലിം സമുദായത്തിന്റെ പേര് മടക്കാക്കിയതാരാണ് അതറിയില്ല. എല്ലാരും കൂടി ഇപ്പൊ നമ്മളെ ശരിയാക്കാൻ നിൽക്കുന്ന കാലല്ലേ. എങ്ങനെയാണോ ശരിയാക്കാൻ നിന്നു അതും കൂടി എനിക്ക് പരിശുദ്ധ ഖുർആൻ ഇല്ലാത്ത നോണ പറഞ്ഞു. ജിഹാദിനെ പരിശുദ്ധ ഖുർആൻ കൽപ്പിക്കാത്ത മാന വെച്ചിട്ട് താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയപ്പോൾ മറ്റുള്ള സമുദായവും സ്വാഭാവികമായി തെറ്റിദ്ധരിച്ചുപോയി. മനസ്സിലായോ? ഇതൊക്കെ ഉണ്ടായത് ആരോ വെള്ളത്തിൽ ചാടി നിങ്ങൾ കുളി കൊടുക്കണെന്തിനാ? അല്ലല്ലോ കുളി കൊടുക്കണ്ടേ? ആരോ അണക്കെട്ട് ചാടി നീന്തിന് കരമ്പ് നിൽക്കണ ഒരു ഗുളിക കുടിക്കണം. അല്ലല്ല അത് വേണം. എന്താണ് നോക്കിക്കണത്? ആരോ അണക്കെട്ട് ചാടി നീന്തിയതിന് കരമ്പ് നിൽക്കുന്നവൻ ഗുളിക കുടിക്കാൻ പായുന്ന എന്തിനാ? അണക്കെട്ട് ചാടിയോന് ജലദോഷം ഉണ്ടെങ്കിൽ കുടിക്കട്ടട ഗുളിക. സമുദായം മൊത്തം എന്തിനാ ഗുളിക കൂണ്? സമുദായം ഭീകരവാദമല്ല, സമുദായം ടെററിസമല്ല. ഇസ്ലാം എന്നാൽ കരുണയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഇസ്ലാം എന്താണ്? ഇസ്ലാം ശാന്തിയാണ്. ഇസ്ലാം എന്നാൽ സമാധാനമാണ്. ഖുർആൻ ശാന്തിയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ റഹ്മ. ശാന്തിയാണ്, ഇത് കരുണയാണ്, ഇത് സമാധാനമാണ്. സലാം എന്ന വാക്കിൽ നിന്നാണ് ഇസ്ലാം ഉണ്ടായത്. പിന്നെ എങ്ങനെയാണ് ഭീകരവാദമാവുക? സലാം സമാധാനം, ഇസ്ലാം സമാധാന സൃഷ്ടിപ്പ്. സലാം മനസ്സിലായില്ല? സലാം എന്ന വാക്കിൽ നിന്നാണ് എന്തുണ്ടായത്? ഇസ്ലാം ഉണ്ടായത്. ഇസ്ലാമത്താണ്, അത് രക്ഷയാണ്, അത് ശാന്തിയാണ്. അതുകൊണ്ട് നീയാവുക. നീയാവുക എന്നാൽ നീ നിന്റെ അജ്സിലേക്ക് തിരിച്ചു പോവുക. എനിക്കൊരു കഴിവുമില്ല, എൻ്റെ കഴിവ് മുഴുവനും ഒന്നുമില്ല, എനിക്ക് റബ്ബ് തന്ന യോഗ്യതയേ ഉള്ളൂ. അത് തൊള്ളോണ്ട് പറഞ്ഞ പോലെ മനസ്സിൽ നീ തിരിച്ചു വെക്കണം. വായുണ്ട് ചിലപ്പോൾ പറയില്ല, വായുണ്ട് ചിലപ്പോൾ പറയില്ല. എനിക്കുണ്ട് അത് പറയാൻ പറ്റാത്ത നേരമുണ്ടാവും. വായുണ്ട് അള്ളാഹ് ചിലപ്പോൾ പറയില്ല. الذي سمت لأمي حيدرا كليت غابات كريه المنظرا. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നോട് വല്ലാതെ കളിക്കണ്ട, എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് പുലിക്കുട്ടി എന്നാ പേരിട്ടിട്ടുള്ളത്. മനസ്സിലായോ? ഇവിടെ അള്ളാഹ് എന്നൊരു വാക്ക് പറഞ്ഞിട്ട് തന്നെ ഇല്ല. അലി എന്താ ഉറങ്ങണത്? അനല്ലതി. പിന്നെ ഇവിടെ ആരെ പറ്റിയാ പറഞ്ഞത്? നിങ്ങളോടായിപ്പോയല്ലോ. പിന്നെ ഇവിടെ ഈ വാക്കിൽ പറഞ്ഞത് ആര്യാ? ഉമ്മാനെയാ. ഉമ്മ പടച്ചോനല്ലല്ലോ. അനല്ലതി സമ്മത് ലിഉമ്മി ഹൈദറാ കല്ലൈസി ഗാബാത്തിൻ കരീഹിൽ മൻദറാ. എൻ്റെ ഉമ്മ എനിക്ക് പേരിട്ടത് എന്നെ പുലിക്കുട്ടീനാ. വിവരറിയ നിനക്ക്? ഇവിടെ അള്ളാഹ് എന്നൊരു വാക്ക് പറഞ്ഞിട്ട് തന്നെ ഇല്ല. അരിയിൽ പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ ആരുടേതാണെന്ന് ഇവിടെ നിറഞ്ഞു കിടക്കുക. ആരുടേത്? അള്ളാഹുവിൻ്റേത്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തല്ലാന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിലായോ പറഞ്ഞത്? പെണ്ണന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മുതലാളി മറ്റൊരു മുതലാളിൻ്റെ മകളെ കല്യാണം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മുതലാളി ദല്ലാലിനെ പറഞ്ഞപ്പോൾ ദല്ലാലിക്ക് എഴുതി കൊടുത്തു, എനിക്ക് 24 വീടിയുണ്ട്, അതോടെ ചെന്ന് പറഞ്ഞാൽ. അങ്ങനെ പോയി ദല്ലാലി വേറൊരാളും കൂടി പോയി പെണ്ണന്വേഷിക്കാൻ വേണ്ടി, നിങ്ങളെ മകളെ കെട്ടിച്ചു കൊടുക്കും ഇന്നയാളെ മകന്, ഞങ്ങൾക്ക് 24 പീടിയുണ്ട്, പീടിയൻ്റെ ലിസ്റ്റ് കൊണ്ടാണ് പോണത്. അങ്ങനെ അവിടെ എത്താൻ നേരത്തെ ദല്ലാലിനെയും ഒപ്പം പോണ ആളെയും മുതലാളി പിന്നെയും വിളിച്ചു. പിന്നെ 2 പീടിയയിൽ കൂട്ടാൻ വിട്ടുവെച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. അങ്ങോട്ട് കുട്ടിക്കളി
അതിവിടെ നടന്നതാ. ഈ മുതലാളിനെ ഞാൻ അറിയും, പുറത്തു പറയണ്ട. അതൊക്കെ പൊടുത കുഴപ്പം. എന്റെ യോഗ്യതയാ. പിന്നെ 24 അല്ല 26 ഞാൻ രാവിലെ എണീറ്റാണ് എഴുതുന്നുണ്ട്. അത്രയേ കിട്ടുള്ളൂ. 2 കൂടി ഉണ്ട്, അതും കൂടി എഴുതിയും കൊണ്ട് ഉണ്ട് പോയാൽ മതി. നിങ്ങളോട് എത്തിയല്ല ഞങ്ങൾ എത്തിയിട്ടില്ല. ഞാൻ 2 പീടിയും കൂടി കൂട്ടുണ്ട്. അങ്ങനെയുണ്ട്. എന്താ നിങ്ങൾ ഇന്നെ നാത്ത് നോക്കണ ഇതൊക്കെ നടന്നതാടാ ഈ ലോകത്ത്. ചിന്തിക്കണം. ഈ ജാതി കുതിരത്തുള്ളവരെ കൊണ്ട് ഈ സമുദായത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. സമുദായം ആജിസാകണം. ആര് കുതിരത്ത് കൊടുക്കും? അല്ലാഹ്. അതിന് സബീലുൽ മുഅ്മിനീൻ വരണം. ഗൈറ സബീലുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞല്ലോ. സബീലിൽ തെറ്റിയാൽ പിന്നെ ഒന്നുമല്ല. അറിയോ, നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. സമയം നേരം വൈകി. അൽ ഫാത്തിഹ.